ഇന്നെന്റെ ചാക്കാലയാടാ. എമ്പുരാൻ സിനിമയിലൊരു കിടുക്കാച്ചി വേഷം ചെയ്ത് അത് ഫസ്റ്റ് ഷോ കാണണമെന്ന് പറഞ്ഞ് 4 മണിക്ക് വിളിക്കാൻ എന്നെ ഏൽപ്പിച്ചതാ. നിന്റെ കൂടെ കള്ളും കുടിച്ചിരുന്ന് ഞാനത് മറന്നുപോയടാ. ഈ കിടക്കണവൻ ഇങ്ങനെ എണീറ്റ് വന്ന ഇന്ന് എന്നെ തട്ടും. അയ്യോ ദൈവമേ ഭഗവാനെ, ഒരു ഭക്തിഗാനം പാടിക്കൊടുക്കാൻ ചിലപ്പോ തെറി പറയില്ലായിരിക്കും. വിളിപ്പുറത്തെത്തിടും എമ്പുരാനേ. എമ്പുരാനെ, ഓ ദൈവമേ, ഇന്ന് എമ്പുരാൻ റിലീസ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണണം. ഇന്ന് 6 മണിക്കുള്ളത്. അച്ഛാ എന്തായാലും 4 മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ 4 മണിക്ക് എന്നെ വിളിച്ചല്ലോ. അച്ഛാ, അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അച്ഛൻ കറക്റ്റ് സമയം പാലിച്ചല്ലോ. അച്ഛൻ പൊന്നച്ഛനാ. എന്റെ പൊന്നച്ഛനോ? പിന്നെ ഞാൻ ഡിസ്പ്ലേ വെച്ചേക്കണതോ? അതല്ലെന്ന്, പിന്നെ അച്ഛൻ എന്റെ സ്വന്തം, എന്റെ പൊന്നാണെന്നാ. ഞാൻ പെട്ടെന്ന് ഒരുങ്ങട്ടെ അച്ഛാ. കാരണേ എടാ പല്ല് തേച്ചിട്ട് പോവാൻ. പല്ല് കേൾക്കാൻ സമയമില്ലെന്ന് അച്ഛാ. ഞാനേ ഒത്തിരി ഓഡിഷന് പങ്കെടുത്തതിന് ശേഷം കിട്ടിയ വേഷമല്ലേ. സത്യം പറയാമല്ലോ, ഈ പടത്തോടു കൂടി എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. കുറെ സിനിമ അഭിനയിച്ച് കഴിയുമ്പോഴേ നമുക്കൊരു വേൾഡ് ടൂർ പോണം. അച്ഛന് ഇഷ്ടമുള്ള സ്ഥലം എവിടാ അച്ഛാ? പട്ടായ. എവിടാന്ന്? അടൂർ പട്ടാഴി. അല്ല കൊച്ചു കള്ള, ഞാൻ കേട്ടു പട്ടായ എന്നല്ലേ പറഞ്ഞേ. പട്ടായ ഞാൻ കൊണ്ടുപോവാം. വേണ്ട, അവിടെ മുതിർന്നവർ പോകുന്ന സ്ഥലമാണ്. അച്ഛൻ ഒറ്റയ്ക്ക് പോക്കോളാം. അച്ഛാ ഒരു വണ്ടി കിട്ടുമോ അച്ഛാ? ഞാനൊരു വണ്ടി വിളിച്ചായിരുന്നു മോനെ. എന്തിന്? രക്ഷപ്പെടാൻ. നീ രക്ഷപ്പെടും ഉറപ്പാ. അച്ഛാ ഇതേ എന്നെ സീനി കാണിക്കുമ്പം വാരി എറിയാനായിട്ടേ ഗിൽറ്റർ പേപ്പർ ഒക്കെ വാങ്ങിച്ച് ഒരു ചാക്ക് വെച്ചേക്കോ. ഞാൻ ഇത് ഇന്ന് ആ ഫാൻസ് പിള്ളേരുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. കൊടുത്തോളാം. ഇതെന്നാ മോനെ ചുരുട്ടി വെച്ചേക്കണത്? അയ്യോ, ഇത് വെക്കാൻ മറന്നുപോയി. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമായി പോയി. ഇത് ഞാൻ വെച്ചില്ല. എമ്പുരാൻ സിനിമയിൽ ലാലേട്ടനോടൊപ്പം അഭിനയിച്ച നാളത്തെ താരം എന്റെ മോൻ സരസന് ആശംസകൾ. അടിപൊളി. എല്ലാം കൊള്ളാം. പേര് മാത്രം സരസൻ. എന്താ കുഴപ്പം നിന്റെ പേരിന്? അച്ഛന്റെ പേരെന്തുവാ? എന്റെ പേരോ രഞ്ജീഷ് ഗോപാൽ. അച്ഛനെങ്ങനെ ഈ പേരിട്ടെ? എടാ എന്റെ അച്ഛനൊരു മോഡേൺ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ഈ പേരിട്ടതോ? നിന്റെ അച്ഛൻ മോഡേൺ അല്ല. അത് തന്നെ. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ടെ. ഓ, നാസിക് ഡോളുകാരൻ വിളിക്കുന്നു. കാര്യം പറ. എന്താ മോനെ? അണ്ണാ ഞാൻ നാസിക് ഡോള് കിട്ടുന്ന ആളാ. എടാ അവിടെ നിക്കടാ. 6 മണിക്കല്ലേ, ഞാൻ ഇപ്പൊ വരും. അണ്ണ പൈസ താണ്ടാ. എടാ 6 മണിക്കത്തെ ഷോ തുടങ്ങട്ടാ. കൊട്ടടാ അവിടെ നിന്ന് ഞാൻ തരാമെന്ന്. വരുമ്പോ പൈസ തരാമെന്ന്. 6 മണിക്കത്തെ ഷോ തുടങ്ങട്ടെന്നാ. എന്റെ പൊന്നെണ്ണ, ഇവിടെ ഷോയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് 2ാമത്തെ ഷോയും കൊട്ടി കൈയുടെ കുഴ തെറ്റി നിൽക്കുവാ ഞങ്ങള്. മണി 10:30 ആയെണ്ണ. എത്ര മണിയായി? മണി 10:30 ആയെന്ന്. സൂചി എന്റെ മുഖത്തല്ല, ക്ലോക്കില്. അച്ചാച്ചോ, 4 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞല്ലേ? അതെ. എന്താ വിളിക്കാഞ്ഞ്? അലാറം അടിച്ചില്ല. അലാറം അടിച്ചില്ല? പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരാൻ നിങ്ങൾ ഒരു തന്തയാണോ? തന്തേ, നിങ്ങളുടെ മകൻ ആറ്റുതോട്ടിൽ കിട്ടിയ വേഷമല്ല ലാലേട്ടൻ്റെ കൂടെ ഒരു സീൻ. അത് ഫസ്റ്റ് ഡേ തന്നെ കാണാനുള്ള ഭാഗ്യമില്ലാതാക്കിയല്ലോ. നീ എന്നെ ഭർത്താവേ പറയണേ. നീ എന്നെ പറഞ്ഞ് അടുത്ത ജന്മത്തിൽ ഈ തന്തയുടെ മോനായിട്ട് ജനിക്കണം പറഞ്ഞിട്ട്. അയ്യോ, ഈ ജന്മത്തിലെ അബദ്ധം ഞാൻ അടുത്ത ജന്മത്തിൽ ആവർത്തിക്കത്തില്ല. നിങ്ങൾക്ക് എവിടാ പോകേണ്ടത്? പട്ടാഴി. കൊട്ടൻ ചുക്കാതിയുടെ കമ്പനി എന്ന് നിർത്തുന്നോ അന്ന് പറഞ്ഞു തല്ലി വീഴുന്നവനാ അവന്. പട്ടായെ പോണമെന്ന് തരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കേട്ടോ. അയ്യോ, അനുരൂപ് വരുന്നു. അയ്യോ, അപ്പൊ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വരുവാ. എന്റെ ഫസ്റ്റ് സിനിമ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ. നിങ്ങളാ നാണക്കേട് ഉണ്ടാക്കി. അയ്യോ, ഞാനേ ആ സിനിമ കണ്ടിട്ട് വന്നതാണെന്ന് അവനോട് പറയണം. പറയാം. കണ്ടില്ലെന്നെങ്ങനെ പറഞ്ഞാൽ ഇടിയപ്പത്തിന്റെ അച്ഛനകത്ത് കയറ്റി വെച്ച് ഞാൻ ഞെക്കും. ഒറ്റപ്ലിക്കിന് 16 അച്ഛന്മാര് താഴേക്ക് വരും. ഞാൻ പറയണേ ഇല്ല. മാമ സരസനവിടെ? സരസന ഇവിടെ ഇല്ല. ഇല്ലേ? ഉണ്ട്. എന്റെ കൊച്ചെ, നീ വന്നത് നന്നായി. എന്തേ? അല്ലെങ്കിൽ ആ പ്രാന്തൻ എന്നെ കൊന്നേനെ. എന്തിന്? പടം കാണാൻ വേണ്ടി 6 മണിക്ക് അവന് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോടെ. അതേ നീ പടം കണ്ടോ? ഞാൻ കണ്ട്.
എന്റെ മോൻ എങ്ങനെയുണ്ട്? മാമ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ പറയണ്ട, എനിക്കറിയാം അവൻ സൂപ്പർ ആയിരിക്കും. അതല്ല പിന്നെ അവൻ ആ സിനിമയിൽ ഇല്ല. ഈ വരുന്ന 10ഉം 11ഉം എന്റെ സഞ്ചയനം കാറിനടിക്കാൻ കൊടുക്കണേ. കൊടുക്കുമ്പോ നല്ല ഫോട്ടോ കൊടുക്കണേടാ. മാമ എന്തോന്നായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ, ഇല്ല ഞാനേ ഒരു ദിവസം 4 ഉദ്ഘാടനത്തിൽ കൂടുതൽ പിടിക്കുന്നില്ല ഇപ്പം. ഇല്ല എൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചാൽ മതിയേ. ആ നിന്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. എന്തോന്ന്? നിന്റെ മുഖത്തുണ്ടത്. എന്തോന്ന്? വാ ഫോണിയുണ്ടോ? ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സിനിമാ താരം എസ് എ രസൻ. 24-ാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സുഹൃത്ത്, എന്താ പേര്? അനുരൂപ്. അനുരൂപിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിറന്നാൾ പോസ്റ്റ് 24-ാം തീയതി. അതിന് 24-ാം തീയതി പിറന്നാളല്ലേ? ആരുടെയും പിറന്നാൾ പോസ്റ്റ് ചെയ്യടാ. ഷൈൻ ചെയ്യ അങ്ങോട്ട്. എന്തോന്നാ മാമ ഈ പറയുന്നത്? അച്ഛാ, ഇവനൊരു സിനിമാ താരത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതെ. അവൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. എന്നെ കൊടുക്കാൻ? മിൽക്ക് ഷേക്ക് കൊടുക്ക്. മിൽക്ക് ഷേക്ക് കൊടുക്ക്. മുണ്ടിന് മുക്കാന്നും പറഞ്ഞ അപ്പുറത്തെ പെണ്ണുമ്പിള്ളടുത്ത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാൻ മേടിച്ചു കുടിച്ചാൽ അങ്ങോട്ട് അവന് മിൽക്ക് ഷേക്ക്. നീ സിനിമ ഉണ്ടോ? ഞാൻ സിനിമ കണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. അത് അച്ഛൻ എങ്ങനെ അറിയാം? ഇവൻ കണ്ടല്ലോ. അത് അവൻ പറയട്ടെ. പറടാ. വളരെ സൂപ്പർ. സൂപ്പർ. ഞാൻ എങ്ങനെയുണ്ട്? നീ കിടുക്കൻ. സൂപ്പർ. അത് അച്ഛൻ എങ്ങനെ അറിയാം? അച്ഛൻ കണ്ടോ? അച്ഛൻ കണ്ടോ? അവ കണ്ടല്ലോടാ. പറടാ. അത് അവൻ പറയട്ടത്. ഞാൻ നിന്നെ കണ്ടില്ല. എന്നെ കണ്ടില്ലേ? എടാ കണ്ടില്ല എന്ന് പറഞ്ഞ അതല്ലാന്ന്. നിന്നെ കാണിക്കുമ്പോ മറ്റേ കടലാസൊക്കെ എങ്ങനെ പൊട്ടിച്ചെറിയൂലോ, അതിന്റെ ഇടയ്ക്ക് ആഹ്ലാദത്തിന്റെ ഇടയ്ക്ക് നിന്നെ കണ്ടില്ല. അങ്ങനെ എന്തുവാ? ആനന്ദ കോട്ടുവായ. ആനന്ദ കണ്ണീരെന്ന് കേട്ടിട്ടുണ്ട്. ആനന്ദ കോട്ടുവാ ആദ്യമായിട്ട് കാണും. അച്ഛാ, പിന്നെ ഞാന് നാളെ എറണാകുളത്തോട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് മാറിയാലോന്ന് ആലോചിക്കാം. എന്തിനു മക്കളെ? ഇനിയിപ്പോ എനിക്ക് സിനിമാക്കാരൊക്കെ വരുമല്ലോ, എഴുത്തുകാരും ഡയറക്ടർമാരൊക്കെ വരും. അപ്പൊ ഈ വാടക വീട്ടിലോട്ടൊക്കെ വിളി മോശമല്ലേ? ഫ്ലാറ്റ് എടുത്ത് ഇപ്പൊ സെറ്റപ്പ് പോരാച്ചാ ഇവിടെ. ഞാൻ പോയി തുണിയും സാധനങ്ങളൊക്കെ എടുക്കാം. എന്തിനു? പിന്നെ നീ ഒറ്റയ്ക്ക് അവിടെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടേ. എന്റെ പൊന്നച്ച, എന്നെ കാണാൻ വരുന്ന വലിയ വലിയ ഡയറക്ടർമാരും എഴുത്തുകാരും നടന്മാരും ഒക്കെയാ. അവർക്ക് കഞ്ഞിയും മുളകുടച്ചതും അല്ല കൊടുക്കുന്നത്. അവർക്ക് നല്ല ചൈനീസ് ഡിഷാണ്. അതിനൊരു കുക്കറെ ഞാൻ ഏർപ്പാടാക്കും. അയ്യോ, ഞാനിവിടെ അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കും. അച്ഛ വല്ല ബന്ധുക്കളുടെ വീട്ടിൽ പോ, കൊച്ചച്ഛന്റെ അമ്മയുടെ വീട്ടിലോട്ട് വല്ലതും പോ. പിന്നെ എന്തൊരു വിശേഷ ദിവസം വന്നാൽ ഞാൻ വരാം. വേണ്ട, വീഡിയോ കോൾ ചെയ്താൽ അത് കാണാം. നീ എന്നാ വർത്താനാണോ ഈ പറയുന്നത്? ഇത്രയും വളർത്തി വലുതാക്കി മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ നിർത്ത്. നിന്നോട് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. എടാ, നിനക്ക് ഔചിത്യ ബോധം ഉണ്ടാടാ നിനക്ക്? എടാ, നീ ഒരു സിനിമാ താരത്തിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് സംസാരിക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരികയാണ്. ഞാൻ ഉള്ള കാര്യം ഒന്ന് വിളിച്ച് പറയുവേ. നീ എന്താ പറയാനടാ? ഞാൻ പറയും. വളം സൂപ്പർ, നീ അടിപൊളി. പിന്നെ ഇന്ന് വൈകുന്നേരം മോഹൻലാൽ നിന്നെ കാണാൻ ഇവിടെ വരും. മമ്മൂട്ടിയുണ്ടോ? രണ്ടുപേരും വരുമെന്ന് ഇവിടെ കാണാൻ. ആണോ? എടാ, നീ കണ്ടോ എന്റെ റേഞ്ച് പോയി പോക്ക് കണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ആൾക്കൂട്ടത്തിനിടെ ഇനി ഞാൻ നിൽക്കുമ്പോഴേ സരസ എന്ന് വന്നോണ്ടല്ലോ എന്റെ സ്വഭാവം. വേറെന്തോന്ന് വിളിക്കും? മാമ, ഞാനുള്ള കാര്യം ഒന്ന് പറയാൻ പോവാണ്. നീ ആ പടത്തിലില്ല. നീ ആ സിനിമയിൽ ഇല്ലത്. ഓടാ കുശുമ്പ. പറ്റിച്ചേ. ഇവൻ പറഞ്ഞു പറ്റിക്ക് വെച്ചാ നമ്മളെ. അത് നിന്നെ പറ്റിച്ചതാടാ. നീ ഇല്ല ആ പടത്തില്. നീ ആ പടത്തിലില്ല. അത് ഞാനല്ലേ ആ പടത്തിലില്ല. പോടാ, കള്ളം പറയാതെ. ഉള്ളതാ പറഞ്ഞെന്ന്. ലാലേട്ടനോട് ഒരു സീൻ ഞാനുണ്ടോ ആ പടത്തില്? എടാ, അതില്ലടാ. പറഞ്ഞു വിളിച്ചു നോക്ക്. അയ്യോ, അപ്പൊ അറിയാലോ. ചെറുത്ത പടം കണ്ടോടാ? കണ്ടോ? ഞാനെങ്ങനെ ഉണ്ട്? ഇല്ലേ? സംഭവം ശരിയാ. ഞാനില്ല പടത്തില്. ഒരു കാര്യം മനസ്സിലാക്കണം. ആ സിനിമയെ സെൻസർ ബോർഡിന് വിട്ടപ്പം സെൻസർ ബോർഡ് ആകെ 46 സെക്കൻഡാണ് കട്ട് ചെയ്തത്. ആ 46 സെക്കൻഡ് നിന്റെ സീനാ. ലാലേട്ടനാ എന്നെ ചതിച്ചത്. നിന്നെ ചൈത്ര 10-128 സീനുണ്ട്. ഒരെണ്ണം പുള്ളിയുടെ കട്ട് ചെയ്തിട്ട് എന്റെ 46 സെക്കൻഡ് ഒന്ന് കയറ്റിയിടാൻ മേലായിരുന്നു. ഒരു 15,000 രൂപ തരാ. എന്തിനാ? നിന്റെ അമ്മൂമ്മച്ചിയുടെ 16 അല്ല, നാസിക് ഡോളുകാരൻ വിളിക്കുന്നവന് പൈസ എന്നാ ഞാൻ പോവാ. എങ്ങോട്ട്? പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കാൻ. പെരക്കകത്ത് കയറിയാ നിന്റെ കാലിയാൻ വിട്ടു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? നീ വല്ല ഫ്ലാറ്റിലേക്ക് പോടാ എമ്പുരാനെ. അച്ഛാ.